ഇനി നമുക്കൊരു മന്തി റെസിപ്പി ആയാലോ? തന്നെ തയ്യാറാക്കാൻ പറ്റിയ മന്തി റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തൊലിയോട് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ, ലെമൺ, വലിയ ജീരകം, ചെറിയ ജീരകം, സ്പൈസസ്, പിന്നെ ഉണക്കനാരങ്ങൾക്ക് പകരം ലെമൺ ആഡ് ചെയ്തിട്ടോ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് കെച്ചപ്പ്, പിന്നെ കുറച്ച് കളർ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗം തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പാണ് ചേർത്തത് കേട്ടോ. ഈ മന്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മന്തിക്ക് ഞാൻ മാഗി ക്യൂബ് ചേർത്തിട്ടില്ല, മന്തി മസാല ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിന് 1/4 ഭാഗം വേവായപ്പോൾ ഞാൻ ഇതിന് എയർ ഫെയർക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ടും റൈസ് ആഡ് ചെയ്യാം. ശേഷം കുറച്ച് പിന്നെ ചിക്കൻ സ്റ്റോക്കും പിന്നെ ചിക്കനും ആഡ് ചെയ്തിട്ട് ഒന്ന് പുകച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ എന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം.